നമസ്കാരം. എല്ലാ കാലത്തും കോൺഗ്രസിനെയും അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു അമേഠി എങ്കിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാരെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ BJPയുടെ കരുത്തയായ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറുകയും അവിടെ രാഹുൽ ഗാന്ധിക്ക് ദയനീയമായ പരാജയം ഏൽക്കേണ്ടി വരികയും ചെയ്തു. ഇത് സ്മൃതി ഇറാനിയെയും BJPയെയും തെല്ലൊന്നുമല്ല ഭ്രമിപ്പിച്ചത് എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധിയെ കീഴടക്കിയതുള്ള ആവേശം സ്മൃതി ഇറാനി പിന്നീട് പലപ്പോഴായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്തവണ വയനാട്ടിൽ വന്നാണ് രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി വെല്ലുവിളിച്ചത്. എന്നാൽ ഇപ്പോൾ അമേഠിയിൽ ചിത്രം ആകെ മാറുന്നു എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ മത്സരാർത്ഥിയായി മത്സരിക്കുന്നത് നെഹ്റു കുടുംബവുമായും സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ഒക്കെ വലിയ അടുത്ത ബന്ധമുള്ള കിഷോരിലാൽ ശർമ്മയാണ്. അവിടെ കിഷോരിലാൽ ശർമ്മ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ വിജയിച്ചു വരും എന്നുള്ള പ്രതീതിയാണ് ഇപ്പോൾ അമേഠിയിൽ നിലനിൽക്കുന്നത്. അതിന് പ്രധാന കാരണം BJPയിൽ നിന്നും ഒരു വലിയ അണികളുടെ ഒഴുക്ക് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രിയങ്കയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അമേഠിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കാനായിട്ട് അവിടെ പ്രിയങ്കയുണ്ട്. സ്മൃതി ഇറാനിയെ മുട്ടുകുത്തിക്കാനുള്ള എല്ലാ കളികളും നടത്തുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ സജീവമായ പ്രവർത്തനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയിൽ നിന്നും ഒരു വലിയ ഒഴുക്ക് കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും കോൺഗ്രസ്സിന് ഗുണം ചെയ്യും. ഇത്തവണ അവിടെ സ്മൃതി ഇറാനി തകർന്ന് തരിപ്പണമാകുമെന്നും കിഷോർലാൽ ശർമ്മ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നും കോൺഗ്രസ് അവരുടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.